ലൈവിൽ ക്യാപ്റ്റൻസി നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുമോളാണ് നോമിനേറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. അനുമോൾ പറയുന്നുണ്ട്, ഇവിടെ ആര് ക്യാപ്റ്റനായിട്ട് വന്നാലും എന്തോ മലമറിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും ക്യാപ്റ്റനാകാനുള്ള യോഗ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്യാപ്റ്റൻ ആയാൽ ഒരു ദിവസത്തേക്കേ ഉള്ളൂ, പിന്നെ പിറ്റേ ദിവസത്തേക്കില്ല. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും, ഞാൻ എല്ലാ കാര്യം ചെയ്യുമെന്നൊക്കെ പറയും, പക്ഷേ ഒരു ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ എന്ത് സംഭവിച്ചാലും അവർ മൈൻഡ് പോലും ചെയ്യത്തില്ല. ക്യാപ്റ്റനോട് പറയുന്നതൊക്കെ വെറും വേസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ബിഗ് ബോസ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ രണ്ടുപേരുടെ പേര് പറയാനായിട്ട് വന്നത്. അവരായിക്കഴിഞ്ഞാൽ അവർക്കും കൊള്ളാം, നമുക്കും കൊള്ളാം. ഒന്ന് ആര്യൻ. ഞാൻ ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് ആര്യനെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ പക്വതയുണ്ടെന്ന് തോന്നിയ ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആര്യനാണ്. കള്ളത്തരങ്ങളൊന്നും കാണിക്കുന്നില്ല. പിന്നെ ആ കള്ളത്തരങ്ങളൊക്കെ മാറ്റിമറിച്ച് നല്ല രീതിയിൽ ക്യാപ്റ്റൻസി ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ ആര്യനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ലക്ഷ്മിയാണ് എന്ന് പറഞ്ഞപ്പോൾ ജിഷിനൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ചിരിക്കുന്നത്? ജിഷിൻ പറയാണ്, അവളുടെ പേര് കേട്ടപ്പോഴേ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഗേൾസിൻ്റെ സൈഡിൽ നിന്ന് ലക്ഷ്മി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുന്നു. പിന്നെ ഈ വീട്ടിലെ ഒരു മമ്മി, അപ്പോൾ ഷുഗർ മമ്മി എന്ന് പറയുന്നുണ്ട്, പഞ്ചസാര മമ്മി എന്ന് പറയുന്നുണ്ട്. മറ്റ് കണ്ടസ്റ്റൻറ്റുകളൊക്കെ കളിയാക്കി ചിരിക്കുന്നുണ്ട് ലക്ഷ്മിയെ. പഞ്ചസാര ആയാലും ചപ്പാത്തി ആയാലും ഒക്കെ സൂക്ഷിച്ച് വെച്ചിരുന്ന് ഉപയോഗിക്കുന്ന കാണുമ്പം ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ ക്യാപ്റ്റനായിട്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ലക്ഷ്മിയും ആര്യനും നന്ദി, നമസ്കാരം എന്നും കൂടി പറഞ്ഞിട്ടാണ് അനുമോൾ തൻ്റെ സംഭാഷണം നിർത്തിയത്.